ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് എപ്പോഴും എന്തെങ്കിലും സങ്കല്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നതാണ് അതിൻ്റെ സ്വഭാവം. എന്നാൽ വേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കൂല. വേണ്ടാത്തതെന്തോ അതിലേക്കായിരിക്കും ആദ്യം ഒഴുകുക. വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ചറിഞ്ഞ് അതിൽ വേണ്ടാത്തതിനെ തള്ളിക്കളഞ്ഞ് വേണ്ടതിലേക്ക് വ്യാപരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മേൽ നിയന്ത്രണം ചെലുത്താൻ സാധിക്കും. പക്ഷേ അങ്ങനെ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ മനസ്സിനെ നിയന്ത്രണ വിധേയം ആക്കാൻ അഭ്യാസം കൂടിയേ കഴിയൂ. നിരന്തരമായ പരിശീലനം ഇതിന് അനിവാര്യമാണ്. അതാണ് വേണം നിരന്തരാഭ്യാസം ചിത്ത ചാഞ്ചല്യരോഗം ശമിക്കാൻ. ആത്മാവിലേകാഗ്രമായാൽ മനസ്സില്ലാതാത്മസ്വരൂപമായി മാറും. നമ്മൾ ആരാണെന്ന പരമസത്യം അറിയാത്തതാണ് എല്ലാ വൈഷമ്യങ്ങൾക്കും കാരണമായിരിക്കുന്നത്. അതിനാൽ ആ മനസ്സിനെ ആത്മാവിലേക്ക് തിരിച്ചു വിടുക. അതിന് നിരന്തരമായ അഭ്യാസം വേണം. മനസ്സിൻ്റെ ചാഞ്ചല്യം ഇല്ലാതാക്കാൻ. മനസ്സെപ്പോഴും ഓരോ വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒന്നിലേക്ക് പോയാൽ അതിൽ നിന്നും മറ്റൊന്നിലേക്ക്, അതിൽ നിന്നും മറ്റൊന്നിലേക്ക്, അങ്ങനെ പലതരത്തിലും മനസ്സ് ചഞ്ചലമായിക്കൊണ്ടേ ഇരിക്കുന്നു. ഈ ചാഞ്ചല്യത്തിന് അറുതി വരണമെങ്കിൽ അതിന് അഭ്യാസം, പരിശീലനം കൂടിയേ കഴിയും. മനസ്വസ്ഥതൈവാനന്ദ. സുഖത്തിനായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കിയാൽ സുഖം ആ മനസ്സിൻ്റെ സ്വസ്ഥതയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. സുഖത്തിനായി പല വസ്തുക്കളെയും നമ്മൾ ആശ്രയിക്കുന്നു. പക്ഷേ വസ്തുക്കളിലല്ല സുഖമിരിക്കുന്നത്. സുഖം നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥാവസ്ഥയിലാണ്. ആ മനസ്സിനെ സ്വസ്ഥമാക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും. അതിന് ആ മനസ്സിനെ സ്വസ്ഥമാക്കാൻ നിരന്തരമായ അഭ്യാസം, പരിശീലനം കൂടിയേ കഴിയൂ. പല വഴിയിലേക്കും പോകുന്ന മനസ്സിനെ ഏതെങ്കിലും ഒന്നിൽ നിലനിർത്തുക. മനസ്സ് പല വഴിക്കും ചിന്നിച്ചെതറി പോകുമ്പോൾ അതിന് ഒരു വിഷയത്തിലേക്ക് മാത്രം തിരിച്ചു വിടുക. അങ്ങനെ ആ ഒന്നിൽ തന്നെ നിൽക്കുന്ന മനസ്സ് അവസാനം അതിൽ തന്നെ ലയിച്ചില്ലാതാകും. അത് സത്തായിരിക്കുന്ന ഈശ്വര ചിന്തയിലേക്ക് നാം തിരിച്ചു വിടുക. ഈശ്വരൻ്റെ ഒരു നാമമോ ഒരു രൂപമോ സ്വീകരിച്ച് അതിൽ മനസ്സിനെ ആദ്യം നമ്മൾ നിർത്താൻ ശീലിക്കുക. അങ്ങനെ ശീലിക്കുമ്പോൾ അത് തനിയേ നിൽക്കും. തനിയേ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് സ്വയം ലയം പ്രാപിക്കും. അങ്ങനെ മനസ്സ് ലയിച്ചാൽ പിന്നെ അത് മനസ്സല്ല, പിന്നെ ആ മനസ്സ് തന്നെ ഈശ്വരനായിത്തീരുന്നതാണ്. ആ മനസ്സ് തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം മനസ്സിൻ്റെ ചാഞ്ചല്യം നിന്നാൽ ചിത്തം ചലിക്കുകിൽ സംസാരമായി, ചിത്തം ലയിക്കുകിൽ മോക്ഷവുമായി. ഈ ചലനം നിന്നു കഴിഞ്ഞാൽ അതാ പരമസത്തയാണ്. ആ ബോധം നമ്മളിൽ ഉടലെടുക്കണം. അതാണ് വേണം നിരന്തരാഭ്യാസം ചിത്ത ചാഞ്ചല്യ രോഗം ശമിക്കാൻ. ആത്മാവിലേകാഗ്രമായാൽ മനസ്സില്ലാതെ ആത്മസ്വരൂപമായി മാറും. ആത്മാവിലേക്ക് മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞാൽ ആ മനസ്സ് ആത്മസ്വരൂപമായി തീരുന്നതാണ്. അതുവരെ നമ്മൾ എത്തേണ്ട ദിക്കിൽ നെഞ്ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല. പിന്നെ എത്തേണ്ടത് എവിടെയാണോ അവിടേക്ക് മനസ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിന് ചലനമില്ല. എത്തേണ്ട ദിക്കിൽ നെഞ്ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല. പിന്നെ അത്രത്തോളം യത്നം ആലോചനാപൂർവം നിത്യം നീ ചെയ്യണം എന്നുമെന്നും അഭ്യാസമാണ് നാം ചെയ്യേണ്ടത്. വേണം നിരന്തര അഭ്യാസം.
എത്തേണ്ട ദിക്കിൽ മനസ്സെത്തുന്നത് വരെ നമ്മൾ യത്നിച്ചുകൊണ്ടേയിരിക്കണം. വേണം നിരന്തരാഭ്യാസം ചിത്തചാഞ്ചല്യ രോഗം ശമിക്കാൻ. ആത്മാവിലേകാഗ്രമായാൽ മനസ്സില്ലാതാത്മസ്വരൂപമായി തീരും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ